Welcome to Mahimas cooking class. Chocolate cake batter, vanilla cake batter, ഇടവിട്ട് ഒഴിച്ചാണ് zebra cake ഉണ്ടാക്കുന്നത്. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ഈ zebra cake എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഈ zebra cake ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ചെറിയ ബൗളിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിക്കുക. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രണ്ട് ടേബിൾ സ്പൂൺ നോർമൽ പഞ്ചസാര. പൊടിച്ച പഞ്ചസാര അല്ല ഉപയോഗിച്ചത്, സാധാരണ ഷുഗർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് കട്ടയില്ലാതെ, ശകലം പോലും കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് വേറൊരു ബോൾ എടുക്കാം. ഇതിലേക്ക് 200 ഗ്രാം മൈദ എടുത്തേക്കുന്നത്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അരിപ്പയിൽ തള്ളിയെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വയവിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബോൾ എടുക്കാം. ബോളിലേക്ക് ബട്ടർ, 180 ഗ്രാം ബട്ടറാണ്. ഞാനിവിടെ സോൾട്ടഡും അൺസോൾട്ടഡോടും മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫുള്ളായിട്ട് അത് ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്താൽ മതി. ഇതിലേക്ക് പൗഡർഡ് ഷുഗർ ഒട്ടും കട്ടയില്ലാതെ ഇടഞ്ഞെടുത്ത് വെക്കുക കേട്ടോ. 1.5 കപ്പ് പൗഡർഡ് ഷുഗർ. ഇത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാജുവലി സ്പീഡ് കൂട്ടുക. നല്ല സ്മൂത്തായി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിനുള്ളിൽ ഉപ്പിടാം. ഞാൻ പറഞ്ഞില്ല, മിക്സ് ചെയ്താൽ ചേർത്തേക്കുന്നത്. അപ്പോൾ കൂടുതലിനകത്ത് അൺസോൾട്ടഡ് ബട്ടറാണുള്ളത്. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടുക. ഇനി മുട്ട, നമ്മൾ 4 മുട്ടയാണ് ഈ അളവിൽ വേണ്ടത്. ഓരോ മുട്ട ഗ്രാജുവലി ആഡ് ചെയ്യുക. മുട്ടയുടെ മിക്സ്ചർ ഇടുമ്പോൾ നമ്മൾ ബട്ടറിലേക്ക് ഇടുമ്പോൾ അത് കേർഡിൽഡ് ആവും. അപ്പോൾ കേർഡിൽഡ് ആവാതിരിക്കാനായിട്ട് ഒരു കുറച്ച് മൈദയും കൂടെ ഇടുക. ഒന്ന് ബീറ്റ് ചെയ്യാം, ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യാം. വീണ്ടും കുറച്ച് മൈദ, പിന്നെ ഗ്രാജുവലി ആഡ് ചെയ്യാം. ഇതിലേക്ക് വാനില എസൻസ് 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. ഓഫ് ചെയ്യാം. ഇതിലേക്ക് ബാക്കിയുള്ള മൈദയുടെ മിക്സ്ചർ അതിൻ്റെ പകുതിയോളം ചേർക്കാം. ഫോൾഡ് ചെയ്യുക, എറൗണ്ട് പോയിട്ട് കട്ട് ചെയ്യുക. ബാറ്റർ ടൈറ്റായിട്ട് വരുമ്പോൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് ഒരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കുക. ഫോൾഡ് ചെയ്ത് ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ലോ സ്പീഡിലിട്ടിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർക്കാം.
കുറച്ചും കൂടെ പാൽ. നമ്മൾ 1/2 കപ്പ് പാലോളം ചേർത്തു. ഇത് നന്നായിട്ട് സ്മൂത്തായി കഴിഞ്ഞ് മാറ്റി വെക്കാം. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് 2 ടൈപ്പ് ബാറ്ററാണല്ലോ വേണ്ടത്. ഇത് വാനില ബാറ്ററായി. ഇനി ചോക്ലേറ്റ് ബാറ്ററിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് ഈ ചോക്ലേറ്റ് മിക്സറിലേക്ക് മിക്സ് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇവിടെ 2 കേക്ക് ബാറ്ററും റെഡിയായി. ഇനി ഒരു ട്രേയിലേക്ക് ഇത് ഒഴിക്കാം. നമ്മുടെ പാനിലേക്ക് വാനില ബാറ്ററും ചോക്ലേറ്റ് ബാറ്ററും ഓൾട്ടർനേറ്റ് ആയിട്ട് ഒഴിക്കണം. നടുക്കോട്ട് ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ വാനില ബാറ്റർ. അതേപോലെ അതിൻ്റെ പുറത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബാറ്റർ ചോക്ലേറ്റിൻ്റെ ബാറ്ററോട് ഒഴിക്കുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മേലെ 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 ഒഴിക്കുക. ഈ ബാറ്റർ രണ്ടും തീരുന്ന വരെ 1 ടേബിൾ സ്പൂൺ വീതം ഓൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ആൻഡ് വാനില ബാറ്റർ ഓൾട്ടർനേറ്റ് ആയിട്ട് അത് തീരുന്ന വരെ 8 ഇഞ്ച് പാനിലേക്ക് ഒഴിച്ചു. ഇതിനെയും 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യുക. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം ഈ കേക്ക് ടിൻ വെച്ച് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കേക്ക് അവനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ശേഷം 35 മിനിറ്റ്സോളമായി. ചെക്ക് ചെയ്യാം. ഓക്കെ, ടൂത്ത് പിക്കിൽ ചെക്ക് ചെയ്തപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂളാകുന്ന നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ കേക്ക് അത്യാവശ്യം കൂളായി. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാം. ബിക്കോസ് ഇതിൻ്റെ അകത്താണ് ആ ലേസ് എല്ലാം വരുന്നത്. അപ്പോൾ അത് കാണാം. ഈ ലൈൻസ് ആണ് സീബ്ര കേക്ക് എന്ന് മെയിനായിട്ട് പറയുന്ന. ഈ സീബ്രയുടെ പുറത്തുള്ള ലൈൻസ് പോലെ കേക്കിൽ വരും. ഇതാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സോഫ്റ്റ് കേക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.